എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ദിവാലി? ഹാപ്പി ദിവാലി ഫ്രം അസ് ടു യു. ഞാനും ഗുഗും ഇന്ന് നടന്നിട്ടാണ് വന്നത്. ഇന്ന് സനു വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ വന്ന് ഫ്രഷായി വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. വിളക്ക് വെച്ചതിന് ശേഷം നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കയറാം. അപ്പോൾ ഇതിൻ്റെ തട്ടിക്കൂട്ട് മട്ടർ പുലാവ്, ഗ്രീൻ പീസ് പുലാവാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഈ വീഡിയോ കണ്ടാൽ, ക്ലിപ്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന്. ജസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്ന ഉടനെ ഞാൻ കുക്കറിൽ സോന മസൂരി അല്ലെങ്കിൽ വൈറ്റ് റൈസ് ഞാൻ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചുള്ളൂ. നിങ്ങളിൽ ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്നൊരു സ്റ്റാൻഡേർഡ് ലുക്കാവും. എൻ്റെ കയ്യിൽ ഈ റൈസാണ് ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തത്. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ്, മട്ടർ പുലാവ് ആൻഡ് മത്തി ഫ്രൈ. അത് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഗുഗുവായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാണ്. അപ്പോഴേക്കും ബെഡ് ടൈം ആയി. വളരെ ഞങ്ങൾ എത്തുമ്പോൾ 6 മണിയാവും. ഒരു 7:30, 8:30 ഒക്കെ ആകുമ്പോഴേക്കും ഗുഗു ബെഡിൽ എന്തായാലും കിടന്നിരിക്കണം. എന്നാലേ നാളെ പിറ്റേ ദിവസം ആൾക്ക് 5:30 ആകുമ്പോൾ 5:20, 5:15 ആകുമ്പോഴേക്കും എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നും ഞാനൊരു 2-3 സ്റ്റോറീസ് ഞാൻ വായിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊരു ഗ്രാൻഡ് മാ ടെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കാണ്. ഞങ്ങളൊരു കുറച്ച് ബുക്സ് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു 100 സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോറി ഗ്രാൻഡ് മാ ടെയിൽസ് ആണ് ഞങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. മെയിൻ അവളെ എങ്ങനെയെങ്കിലും കരയാണ്ട് ഉറക്കാനുള്ളൊരു ശ്രമമാണ്. ഉറങ്ങാൻ കുറച്ചൊരു വാശിയാണ്. പക്ഷേ കിടത്തി ഉറക്കിയാൽ പിന്നെ അങ്ങനെ ഉറങ്ങിക്കോളും. പക്ഷെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പോൾ ആൾ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഗുഡ് നൈറ്റ് ആയിട്ടില്ല. എൻ്റെ ഗുഡ് നൈറ്റ് കുറച്ച് കഴിഞ്ഞിട്ടേ ആവുള്ളൂ. എനിക്ക് എൻ്റേതായൊരു മീ ടൈം വേണമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മളാകെ എന്താ പറയുക, ഒരു റോബോട്ടിക് ലൈഫ് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ടൊന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നു. കുറച്ച് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ചൊന്ന് വേസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മോമോയുടെ ലിറ്റർ ഞാൻ ക്ലീൻ ആക്കുന്നു. ഈ ലിറ്റർ ക്ലീൻ ആക്കൽ എൻ്റെ പണിയാണ്. സനുവിനും ആ പണി ഇഷ്ടമില്ല. കുക്കുവിന് പിന്നെ ചെയ്യിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി കുറച്ച് നേരം എൻ്റെ ചെടികളുടെയൊക്കെ സ്റ്റേറ്റസ് നോക്കുന്നു. കുറച്ച് നേരം പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. കുറച്ച് നേരം കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായ ഒരു ലോകത്തിലേക്ക് പോവും. അപ്പോൾ ഇത് എനിക്ക് ജേർണലിങ്ങിൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഒരു ബുക്കുണ്ട് എൻ്റെ കയ്യിൽ. ആ ബുക്കിൽ ഞാൻ എക്സ്പെൻസസ് ഞാനും സനും കൂടിയിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യും. ഇൻകം, രണ്ടാളുടെ ഇൻകം, എത്ര എക്സ്പെൻസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ അതിൽ എഴുതി വയ്ക്കും. പിന്നെ എൻ്റെ മനസ്സിലിപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് തല്ലൂട്ടുണ്ടാവുമല്ലോ. തല്ലൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വയ്ക്കും. ഞാൻ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ചാൽ എനിക്കത് ഭയങ്കര റിലാക്സ് ഫീലിംഗ് ആണ്. എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെ കൂടെ അങ്ങനെ ഷെയർ ചെയ്യില്ല. സന്തോഷം കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. എനിക്ക് അത്രയ്ക്ക് മുട്ടിയാൽ മാത്രം അങ്ങനെ സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ എൻ്റെ ചേച്ചിനോട് ഞാൻ പറയും. അതല്ലാണ്ട് ഞാൻ അങ്ങനെ ആരോടും ഷെയർ ചെയ്യാത്തൊരാളാണ്. അപ്പോൾ മൈ ബുക്ക് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാനൊരു സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളല്ല. നാട്ടിൽ പോകുമ്പോൾ നന്നായി ബുക്ക് വായിക്കും. എന്തെങ്കിൽ അപ്പോൾ ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സിസ്റ്റത്തിലൊക്കെ നോക്കി ടയേർഡാണ്. ഇത് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ബുക്കാണ്. ഇത് ഞാൻ ഓൾറെഡി വായിച്ച ബുക്കാണ്. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു പേജ് ഓപ്പൺ ആക്കും. എന്നിട്ട് അതിലെന്താ എഴുതിയേക്കുന്നത് അത് വായിക്കും. അത് വായിക്കുമ്പോൾ ഒരു മനസ്സിലൊരു പോസിറ്റിവിറ്റി ഫീലിംഗ്, അത്ര മാത്രമല്ലാണ്ട് കുത്തിരുന്ന് വായിക്കലൊന്നുമില്ല ഇപ്പോൾ. പിന്നെ കുറച്ച് നേരം മോമോയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അത്ര തന്നെ. ഇത് കഴിഞ്ഞാൽ സനു വരുമെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. അപ്പോഴേക്കൊക്കെ എൻ്റെ കണ്ണടഞ്ഞു പോകും. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് സനു വരുമ്പോഴേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഗുഗുവിന് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്യും ആൾക്ക് വേണ്ടിയിട്ട്. ആൾ വന്നിട്ടേ ഗുഗു ആളുടെ ഒപ്പമൊക്കെ എടുക്കാറുള്ളൂ. ഞാൻ ആൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നെ ബാറ്ററി കംപ്ലീറ്റ്ലി ഡൗൺ ആവും.
ഇതാണ് ഞങ്ങളുടെ ഒരു ഈവനിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടാറ്റ ആൻഡ് ബൈ ബൈ.